ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ അവിടെ നടത്തുന്നത്. അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, ഈ പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് നീക്കുകയാണോ? എന്താണിപ്പോൾ അവിടുത്തെ സാഹചര്യം അശ്വിൻ? ശ്രീലക്ഷ്മി, അടുത്ത ട്രെയിൻ തടഞ്ഞതിനു ശേഷം മാത്രമേ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങൂ എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നിലപാട്. എന്നാൽ അടുത്ത ട്രെയിനിന് 1:15-നാണുള്ളത്. അതുവരെ ഇവിടെ തുടരാനായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ പോലീസ് അതിന് അനുവദിക്കുന്നില്ല. ഇപ്പോൾ ആ പ്ലാറ്റ്ഫോമിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളടക്കമുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു. അവരെ പൂർണ്ണമായും പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ അറസ്റ്റ് നടപടികളിലേക്ക് കടന്നതിന്റെ ഭാഗമായി പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തും തള്ളുമൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായത് അല്പസമയം മുമ്പാണ്. അതിനുശേഷമാണ് നേതാക്കളെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ സ്റ്റേഷന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അറസ്റ്റ് പൂർണ്ണമായും നടന്നിട്ടില്ല. അവർ പ്രകടനമായി സ്റ്റേഷന് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷനുള്ളിൽ പ്ലാറ്റ്ഫോം നമ്പർ 1 പ്ലാറ്റ്ഫോമിൽ ഉണ്ടായത്. എന്തായാലും ഈ പ്രതിഷേധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസ് അനുവദിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടുപോകാനുള്ള, ഈ സ്റ്റേഷനിൽ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള പോലീസിന്റെ ശ്രമം നടന്നത്. എന്തായാലും ഇപ്പോഴും ആ പ്രതിഷേധവുമായി തന്നെ അവർ മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലും അതിൽ നിന്നും പിൻവാങ്ങാൻ അവർ തയ്യാറായില്ല എന്നുള്ളത്, ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത്. 1:15 വരെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ തുടരാനുള്ള തീരുമാനത്തിലേക്കാണ് അല്പസമയം മുമ്പ് വരെ യൂത്ത് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴും ആ ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കൂടി നടക്കുന്ന അവരുടെ പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 20 മിനിറ്റോളം പ്ലാറ്റ്ഫോമിൽ വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായത്. ഇപ്പോഴും വലിയ മുദ്രാവാക്യങ്ങളും കേന്ദ്ര സർക്കാരിനെതിരായും മോദിക്ക് എതിരായും ഒക്കെ വലിയ മുദ്രാവാക്യങ്ങൾ തന്നെയാണ്, രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജില്ലാ നേതാക്കളുടെ അടക്കം നേതൃത്വത്തിലാണ് ഈ വലിയ പ്രതിഷേധം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ അരങ്ങേറുന്നത്. ഇനിയിപ്പോൾ ഈ പുറത്തേക്ക് നടക്കുന്ന പ്രകടനത്തിന് ശേഷം അശ്വിനി, പ്രവർത്തകർ ഇപ്പോൾ എങ്ങോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങളാണ്? ഇവരെങ്ങോട്ടാണ് ഈ നടന്നു നീങ്ങുന്നത്? ഒപ്പം പോലീസുമുണ്ട്. തൽക്കാലം പ്രതിഷേധം അവസാനിപ്പിക്കാമെന്ന ഒരു നിലപാടിലാണോ ഇപ്പോൾ പ്രവർത്തകരുള്ളത്? ശ്രീലക്ഷ്മി, അല്പസമയം മുമ്പാണ് ഈ അവിടെ പ്ലാറ്റ്ഫോമിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയത്. അതിനെ തുടർന്നാണ് ഈ ഒരു ഉന്തും തള്ളും തർക്കവും ഒക്കെ ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടപടികളിൽ നിന്നും അവർ അല്ലെങ്കിൽ അതിനെ ഭേദിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ഒരു പ്രതിഷേധ പ്രകടനം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും നടക്കുന്നത്. എന്തായാലും ഇത് മുഴുവിപ്പിക്കാൻ പോലീസ് അനുവദിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഈ വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ പ്രതിഷേധ പ്രകടനത്തിന് ഒപ്പമുണ്ട്. എന്തായാലും ഈ രാത്രി വൈകിയുള്ള പ്രതിഷേധം, അത് റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള പ്രതിഷേധം കൂടിയാണ്. എന്തായാലും അധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉടനെ തന്നെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാകും പോലീസ് പോകുന്നത്. ഇതിനോടകം 2 തവണ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും പ്രവർത്തകർ അതിന് വഴങ്ങിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ ആയതുകൊണ്ട് തന്നെ വലിയൊരു ബലപ്രയോഗത്തിലേക്ക് പോലീസും പോയിരുന്നില്ല. പക്ഷേ ഇങ്ങനെ നിരവധി പ്രവർത്തകരുടെ പ്രകടനം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധം കനക്കുമ്പോൾ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? ഈ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ യാത്രക്കാർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? തീർച്ചയായും ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ സിജോ ജോസഫാണ്. സിജോ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പ്രതിഷേധിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ പ്രവർത്തകരോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പ്രവർത്തകർ കൂടി പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കും കൂടുതൽ പ്രവർത്തകർ എത്തുന്നുണ്ട്. അങ്ങനെ ഈ പ്രതിഷേധ പ്രകടനം കൂടുതൽ വലിയൊരു പ്രതിഷേധമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടുക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധ പ്രകടനം ഇപ്പോഴും ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കാണ്, അതിന്റെ മുൻവശത്തേക്കാണ് ഈ പ്രതിഷേധ പ്രകടനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ച് പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തമാവുകയോ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവരെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് അശ്വിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം അതിരുവിട്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഈ
നേരിടാൻ തക്ക ഒരു പോലീസിന്റെ ഒരു സന്നാഹവും അവിടെ ഉണ്ടോ അശ്വിൻ? തീർച്ചയായും ശ്രീലക്ഷ്മി, വലിയ പോലീസ് സന്നാഹം തന്നെയുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഓഫീസിന് മുൻവശമാണ്. അവിടെ പ്രതിഷേധത്തിൽ തുടരാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ ശ്രമമാണ് നമ്മൾ കാണുന്നത്. അതിനിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളെ അടക്കം പോലീസ് ഈ സ്റ്റേഷനുള്ളിലേക്ക്, റെയിൽവേ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് നിർബന്ധിച്ച് ഒരു അറസ്റ്റ് എന്ന നിലയിലേക്കൊക്കെ തന്നെ ബലം നടക്കുന്നത്. അതിനെ ഒരു വിഭാഗം പ്രവർത്തകർ തടയുന്നുമുണ്ട്. അങ്ങനെ വീണ്ടും ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് റെയിൽവേ പോലീസ് സ്റ്റേഷൻ മുൻവശം കടക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബലം പ്രയോഗിച്ച് തന്നെ ഈ പ്രധാന നേതാക്കളെ, ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളെ ഇപ്പോൾ സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മറ്റു പ്രവർത്തകരെ കൂടി ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ശ്രീലക്ഷ്മി ചോദിച്ചതുപോലെ നിരവധി പോലീസ്, കൂടുതൽ പോലീസ്, റെയിൽവേ പോലീസിനും സൗത്ത് പോലീസ് സ്റ്റേഷനിലും ഒക്കെ കൂടുതൽ പോലീസ് ഈ പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അറസ്റ്റിന് അവർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെങ്കിലും പോലീസ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് ഇപ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. പോലീസുകാർ ഈ പ്രതിഷേധിക്കുന്നവരെ സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടെ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി ഒരു സംഘർഷ സാഹചര്യത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിലനിൽക്കുന്നത്.